ഹേ ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടോ ഗൈസ്? എത്ര ക്രൂരമായിട്ടാണ് 4 പേർ ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത് നിങ്ങൾ നോക്ക്. കാരണം നിസ്സാര കാര്യം, ചെറിയ മക്കളൊക്കെ ഇങ്ങനെ തുടങ്ങിയ വലിയ ആൾക്കാരുടെ കഥ പറയാനുണ്ടോ? അതിലൊരു കുട്ടിയാണെങ്കിൽ കഞ്ചാവ് കേസിലെ ആളുമായി കുറച്ച് അടുപ്പുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നിരുന്നാലും ഇതുപോലുള്ള അടിപിടിയും വഴക്കൊക്കെ ഇങ്ങനെ നീളുമ്പോൾ അത് ഭാവിയിലും ആ കുട്ടികൾ ഈ ഒരു അവസ്ഥയിലൂടെ ഗുണ്ടായിസത്തിലൂടെ തന്നെയല്ലേ വളരുക. എത്ര നിസ്സാരം 4 ആൾക്കാർ കൂടിയിട്ട് ഇത് കഴുത്ത് അമർത്തി പിടിച്ച് ഒരാൾ വെക്കുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്, കുത്തുന്നുണ്ട്. അവരിവിടെയൊക്കെ കൊള്ളുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് മരണം സംഭവിച്ചാൽ എന്ത് ചെയ്യും? ആ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോകില്ലേ ആ ഒരു മകനെ? നിസ്സാര ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന ഒരു അടിയാണിത്. അതും സ്കൂളിലല്ല, സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന അടുത്തുള്ള ഒരു റൂമിൽ നിന്നാണ് ഈ ഒരു അടി നടക്കുന്നുള്ളത്. അപ്പോൾ 4 പേര് ഉള്ളിലേക്ക് വരുന്ന അവിടുന്ന് ഈ ചെക്കനെ ഒറ്റയ്ക്ക് കിട്ടിയ സമയത്ത് നല്ലോണം വെച്ച് മാറ്റിയതാണ്. എന്തായാലും ഇതിന് ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് എന്തെങ്കിലും മര്യാദ ഞാൻ പറഞ്ഞാണ് ഈ കേസ് പറഞ്ഞു. അപ്പോൾ ഇത് സംഭവം കഴിഞ്ഞിട്ട് 2-3 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇത് പബ്ലിക്കായിട്ടുള്ളത്. അങ്ങനെയാണിത് പുറം ലോകം അറിയുന്നത്. എന്തായാലും ഈ ഇവന്മാരെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിലായി അറിയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും അന്വേഷിക്കട്ടെ. പിന്നെ ചെറിയ മക്കളാണ്, എന്തായാലും വളർന്നു വരുന്ന തലമുറയാണ്. ഭാവിയിൽ ഇങ്ങനെയൊന്നും വളരരുത്. ചെറിയ മക്കൾ വഴിതെറ്റിപ്പോകുന്ന അനാവശ്യമായ കൂട്ടുകെട്ടും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴാണ് ഗുണ്ടായിസം. ഒരു 4 പേര് കൂടുമ്പോൾ നമുക്ക് എന്തു കളിക്കാന്നുള്ളൊരു ധൈര്യം അവർക്ക് വരുന്നുണ്ട്. അപ്പം ആതിരിക്കട്ടെ, ആ ഒരു മക്കൾക്കും അതുപോലുള്ള ചിന്തകളൊന്നും വരാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. ബൈ.